നമ്മുടെ എല്ലാവരുടെയും ലൈഫിലുണ്ടാവുമല്ലേ നമുക്ക് പ്രിയപ്പെട്ട കുറച്ച് ആൾക്കാർ. അവരെ ഇടയ്ക്കിടയ്ക്ക് കണ്ടില്ലെങ്കിൽ നമുക്ക് ഉറക്കം വരില്ലല്ലേ. അങ്ങനെ ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ ഇന്നൊരു ഔട്ടിങ്ങിന് പോവാണ്. ഞങ്ങൾക്ക് അങ്ങനെ ഡെസ്റ്റിനേഷനൊന്നും ഇല്ല കേട്ടോ. കുറേ നേരം ഒരുമിച്ച് ട്രാവൽ ചെയ്യുക, ഒത്തിരി നേരം വർത്താനം പറയാം, അത്ര തന്നെ ഉള്ളൂ കേട്ടോ. ഞാൻ എപ്പോഴും ചിന്തിക്കാറുള്ളൊരു കാര്യമാണ്, നമ്മൾ എവിടെ പോയി എന്നതിനേക്കാൾ എനിക്ക് ഇമ്പോർട്ടൻ്റ് ആരുടെ കൂടെ പോയി അത് എത്രത്തോളം എൻജോയ് ചെയ്തു എന്നുള്ളതിനാണ് കേട്ടോ. ഈ ഒരേ വേവ് ലെങ്തിലുള്ള ആൾക്കാരെന്ന് പറയുന്നത് ഒരു ചില്ലറ കാര്യമല്ലല്ലേ. അവരെ കിട്ടാൻ ഒരു ഭാഗ്യം വേണം. അപ്പോൾ എൻ്റെ അതേ ടേസ്റ്റുള്ള ഒരാളൊക്കെ തന്നെയാണ് എൻ്റെ കൂടെ ഇന്നുള്ളത്. എൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെയാണ് ഞാൻ ഇന്ന് ഔട്ടിങ്ങിന് പോകുന്നത്. ഞങ്ങൾ രണ്ടുപേരും എപ്പോഴും കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിൽ ഹാപ്പിനെസ് കണ്ടെത്തുന്ന ആൾക്കാരാണ്. ഈ സ്റ്റാർ ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കുക, അതേപോലെ വലിയ വലിയ മോൾസിൽ തന്നെ പോയിട്ട് ഷോപ്പിംഗ് ചെയ്യുക, അങ്ങനത്തെയുള്ള കാര്യങ്ങളിലൊന്നും സ്റ്റക്കായിട്ട് ഞാൻ നിൽക്കാറില്ല. ഷോപ്പിംഗ് സ്ട്രീറ്റും ഷോപ്പിംഗ് മോളും ഒരുപോലെ എൻജോയ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. നമ്മളിങ്ങനെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് വഴിയരികിലൊക്കെ എന്തെങ്കിലുമൊക്കെ കണ്ട് അത് വാങ്ങി കഴിക്കാനും അത് കാണാനും വാങ്ങിക്കാനൊക്കെ വേണ്ടി വണ്ടി നിർത്തി അവിടെ സ്പെൻഡ് ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ. പുതിയ പുതിയ ഫുഡ് ഐറ്റംസ് ട്രൈ ചെയ്ത് നോക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ എല്ലാത്തിൻ്റെയും ക്വാണ്ടിറ്റി വളരെ മിനിമലായിരിക്കും കേട്ടോ ഞാൻ കഴിക്കുന്നത്. അങ്ങനെ പ്രത്യേകിച്ച് ഡെസ്റ്റിനേഷൻസ് ഒന്നും വെക്കാതെ യാത്ര ചെയ്ത് ഇങ്ങനെ ചുമ്മാ ഡ്രൈവ് ചെയ്ത് പോകാൻ ഇഷ്ടമുള്ള ആൾക്കാർ ആരൊക്കെ ഉണ്ടെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. കാരണം ഞാൻ മിക്കപ്പോഴും അങ്ങനത്തെ ഒരു ടൈപ്പാണ്. എനിക്കിങ്ങനെ ഇഷ്ടമുള്ള ആൾക്കാരുടെ കൂടെയാണ് ഞാൻ ട്രാവൽ ചെയ്യുന്നുണ്ടെങ്കിൽ വഴി തെറ്റിയാലും കുറച്ച് നേരം ഡിലേ വന്നാലും ബ്ലോക്കിൽ കിടന്നാലും ഒന്നും എന്നെ അതൊന്നും അഫക്റ്റ് ചെയ്യാറില്ല കേട്ടോ. ഞാൻ ആ മൊമെൻറ്റും എൻജോയ് ചെയ്യാറുണ്ട്. അത് എൻ്റെ കൂടെ യാത്ര ചെയ്തവർക്ക് അറിയാം. പ്രത്യേകിച്ച് ഒരു ഐറ്റ്നറി ഇല്ലാത്ത യാത്ര ചെയ്തുകൊണ്ട് തന്നെ ഉച്ചയായതൊന്നും ഞങ്ങൾ അറിഞ്ഞില്ലായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും ഫുഡ് കഴിക്കുന്ന കാര്യത്തെ പറ്റിയേ മറന്നുപോയി കേട്ടോ. പിന്നെ ഞങ്ങൾക്ക് വിശന്നത് ഒരു 6 മണിക്കാണ് വൈകുന്നേരം. അപ്പോൾ ഒരു മസാല ദോശയൊക്കെ കഴിച്ച് ഞങ്ങൾ പിരിഞ്ഞു കേട്ടോ.